ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ പച്ചടി തയ്യാറാക്കുന്നതിനായി ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് വേവിക്കുന്നതിനായി ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിനി അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ബീട്രൂട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് കൂടി തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ബീട്രൂട്ട് ഇപ്പോൾ എന്തും നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചടി നല്ല തിക്കായിട്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് അതിലേക്ക് അരപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വേറെ വെള്ളമൊന്നും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബീട്രൂട്ടും അരപ്പും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കുന്നതിനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ 1/2 ലിറ്റർ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ ഒരു കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ബാലൻസ് ഉള്ള ആ തൈര് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. താളിപ്പിനായിട്ട് ഒരു ചട്ടി തീയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ തയ്യാറാക്കിയ താളിപ്പ് നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണ് ബീട്രൂട്ട് പച്ചടി. നിങ്ങൾ ഇതുവരെ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഓണത്തിന് സദ്യ തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് ഈ ബീട്രൂട്ട് പച്ചടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. See you again. Thank you.